ചിക്കു ചിക്കു എടാ അനിയാ. എന്താ ചിഞ്ചു ചേട്ടാ? ചിഞ്ചു അല്ലടാ പൊട്ട, ടിൻഡു. പറ ടിൻഡു. ടിൻഡു ടിൻഡു ടിൻഡു. ആ നീ എന്തേലും വിളിക്കി. വാ പ്രാക്ടീസ് തുടങ്ങാം. ഞാൻ ഓരോ ചാക്കും നിന്റെ മുതുകത്ത് വെച്ച് തരും. നീ ഓരോന്നും ചുമന്ന് നമ്മുടെ മതിലിനടുത്ത് കൊണ്ടുപോയി ഇടണം. എനിക്ക് പറ്റൂല, എനിക്ക് നടുവേദനിക്കും. നിന്ന് മോങ്ങാതെടാ, പറയുന്നത് അനുസരിക്ക്. തല്ലി പുറം ഞാൻ പൊളിക്കും. എനിക്ക് പറ്റൂലെന്ന് പറഞ്ഞില്ലേ? നീ എന്താടാ ഈ ചാക്ക് നിന്റെ അനിയന്റെ പുറത്ത് കയറ്റി വെക്കാൻ പോവുകയാണോ? നാടെങ്ങും കൊച്ചു കുട്ടികളോടുള്ള ക്രൂരത നീ കാണുന്നില്ലേ? നീയും തുടങ്ങുകയാണോ? ക്രൂരതയോ? നല്ല കാര്യായി പോയി എന്റെ റപ്പായി ചേട്ടാ. അടുത്ത കൊല്ലം LKGയിൽ ചേർക്കേണ്ട പയ്യനാ. ഇപ്പോഴേ ശീലിച്ചില്ലെങ്കിലേ ഇവന്റെ ബാഗും പുസ്തകവും ഞാൻ ചുമക്കേണ്ടി വരും. അല്ല, നമ്മുടെ മോൻ എവിടെ? അവനെന്താ ചായ വേണ്ടേ? പാവം നല്ല പഠിത്തത്തിലായിരിക്കും. ഏയ്, അവൻ നല്ല ഉറക്കമാവാനാ സാധ്യത. പഠിക്കുകയാണെങ്കിൽ ടിവിയുടെ ശബ്ദം കേട്ടേനെ. ടിൻഡു ടിൻഡു, എടാ നിനക്ക് ചായയും പലഹാരം ഒന്നും വേണ്ടേ? ഇറങ്ങി വാ. ഓ, പലഹാരത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴേക്കും എത്ര പെട്ടെന്നാ എത്തിയത്. മറ്റു വല്ല കാര്യത്തിനായിരുന്നെങ്കിൽ അരമണിക്കൂർ കഴിയും താഴെ ഇറങ്ങാൻ. അച്ഛാ, നമ്മുടെ ബെഡ്റൂമിലെ എലി ഉണ്ടെന്ന് തോന്നുന്നു. ഭയങ്കര ബഹളം കേക്കാം. ആ, എലിയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്. എടാ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? ഷോ, അതിപ്പോ പറയണ്ടായിരുന്നു. ഒരു എലിക്ക് എത്ര ആയുസുണ്ട്? അത് തീരുമാനിക്കുന്നത് ഞാനല്ലല്ലോ, പൂച്ചയല്ലേ. നല്ല ഉഗ്രൻ മറുപടി. അച്ഛനും കൊള്ളാം, മോനും കൊള്ളാം. അതെ, 2 പേരോടുമായിട്ട് ഞാനൊരു കാര്യം പറയാം. ആദ്യം അനുസരിക്കുന്ന ആൾക്ക് 3 ഗ്ലാസ് പായസം തരും. നിങ്ങളിൽ ആരാ എത്രയും പെട്ടെന്ന് ഒരു എലിപ്പെട്ടി വാങ്ങിക്കൊണ്ടുവരിക? അമ്മ, എന്ത് പായസമാ? പാൽപായസമാണോ? അതെ, നല്ല അസലും പാൽപ്പായസ, അതും 3 ഗ്ലാസ്. ഓ എന്റെ അച്ഛാ, കോളടിച്ചല്ലോ. കുടിച്ചോ കുടിച്ചോ. 3 ഗ്ലാസ് പായസവും മടമടാന്ന് വിഴുങ്ങിക്കോ. അച്ഛന്റെ ടൈം ബെസ്റ്റ് ടൈം. നിങ്ങൾ കേട്ടില്ലേ? ടിൻഡുവിന് ഇനി ക്ലാസ് പോണ്ടത്രേ. അല്ല, അതെന്ത് പറ്റി? അവന് ജോലിക്ക് പോണം പോലും. UKG പഠിക്കുന്ന അവന് ജോലിയോ? അല്ല, അതെന്താ അവൻ അങ്ങനെ തോന്നാൻ? റപ്പായി ചേട്ടാ, അവൻ ഇന്നലെ ഞാനേ പുരാണത്തിന്റെ ഒരു കഥ പറഞ്ഞു കൊടുത്തിരുന്നു. അതും സ്കൂളിൽ പോകും തമ്മിൽ എന്താ ബന്ധം? അതിലൊരു മുനികുമാരന്റെ കഥയുണ്ടായിരുന്നു. അത് കേട്ടതും അവൻ പറയാ അവൻ ആ മുനികുമാരനെ പോലെ ആകണമെന്ന്. ഓരോരോ തല്ലിപ്പൊളി കഥയായിട്ട് ഇറങ്ങിക്കോളൂ. എടീ, ഇത് ഉപനിഷത്തിലെ ഒരു കഥയാ. നജികേസ് എന്നൊരു മുനികുമാരന്റെ കഥ കേട്ട് കാണില്ല? എന്താ കഥ? ഈ മുനികുമാരനെ ജീവിതത്തിന്റെ രഹസ്യങ്ങളും തേടി യമന്റെ അടുത്ത് പോകുന്നതായിട്ടാ. യമനോ? അതെന്താ സാധനം? യമൻ എന്നാൽ കാലൻ. എന്താ, ടിൻഡുവും കാലനെ കാണാൻ പോവുകയാണോ? അവനതിന്റെ ആവശ്യമില്ല. ചേട്ടൻ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടല്ലോ. ഓ, അവന്റെ ഒരു തമാശ. അതവിടെ നിക്കട്ടെ. അവന് ജോലിക്ക് പോണെന്ന് പറയുന്നു. അതെന്തിനാ? അല്ല, ആദ്യം അവൻ സന്യസിക്കാൻ പോണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നടക്കില്ലെന്ന്. അപ്പോ അവൻ പറയാ അവന് സ്കൂളിൽ പോവാതെ ഏതെങ്കിലും ഒരു ജോലി ചെയ്താൽ മതിയെന്ന്. ബാലവേല ചെയ്താലേ അച്ഛനെയും അമ്മേനെയും പോലീസ് തൂക്കിയെടുത്ത് ജീപ്പിലിടും. ശരിയാ, ഇപ്പൊ പത്രത്തിൽ ഓരോ വാർത്ത കേൾക്കുമ്പോഴേ പേടിയാവുക. അല്ല, അവൻ എന്ത് ജോലിയായി ചെയ്യാൻ പോണത്? അവന് ശരീരം അനങ്ങിയ ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ലത്രേ. അവന്റെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് പറ്റിയൊരു പണി അവൻ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ടത്രേ. ദാ വരുന്നുണ്ട്, ചോദിച്ചോ. ഞാനിനി സ്കൂളിൽ പോകുന്നില്ല. അതെന്താടാ? ജോലി ചെയ്യാൻ പോകുന്നു. UKG വരെ പഠിച്ചത് എനിക്ക് എന്ത് ജോലി കിട്ടാനടാ? LKG ഗേൾസിനെ ട്യൂഷൻ എടുക്കാൻ.